2023 അപേക്ഷിച്ച് 2024 ബെറ്റർ ആയിരുന്നു. വീട് കാരണം ഞാൻ ഒരുപാട് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ വർഷം 2023 ആയിരുന്നു. നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നു. എന്റെ മെയിൻ ഒരു വേദന എന്ത് മഹാഭാവം ഞങ്ങൾ ചെയ്തിട്ടാണെന്ന് അറിഞ്ഞൂടാ. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു ഭാര്യയാണ്. എല്ലാ പരിപാടിയും തീർന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഓരോ വേർഡ്സ് നിങ്ങൾക്ക് കൊള്ളണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തോ കാണിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കയറി കൊള്ളുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. തമിഴിൽ കണ്ടതുപോലെ എൻ്റെ ഒരു വർഷം 2024 എന്നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ട് കാണുന്നതായിരിക്കും ഇത് കുറച്ചുകൂടെ നല്ലത്. ഞാൻ അടിയിൽ ഈ വീഡിയോയുടെ, അതായത് ഒരു 1.5 വർഷം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ഞാൻ അടിയിൽ ഇതിൽ ലിങ്കിൽ കൊടുത്തേക്കാം. അപ്പൊ അത് കണ്ടിട്ട് മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ എന്താണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ്, പഴയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്കറിയാം ഏകദേശം കാര്യങ്ങളൊക്കെ. പക്ഷെ പുതിയ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരുപാട് പേരെ ഈ ഒരു വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ മാക്സിമം ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇച്ചിരി ലോങ് ഒരുപാട് കിടക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. 2024 എനിക്ക് സന്തോഷവും സങ്കടവും വിഷമവും കരച്ചിലും, സന്തോഷത്തിനേക്കാളും കരച്ചിലും വിഷമവും ഒക്കെ തന്നെയാണ് കൂടുതൽ കിട്ടിയത്. പക്ഷെ 2023 അപേക്ഷിച്ച് 2024 ബെറ്റർ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബെറ്റർ ആയിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ മെയിൻ ആയിട്ട് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള കുറച്ച് ട്രോമാസ് ഉണ്ട്. ട്രോമാന്ന് തന്നെ അതിനെ പറയണം കേട്ടോ. അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ 4-5 വയസ്സായ എന്റെ പൊടിക്കേന, എന്റെ മോനൂട്ടനെ കൊണ്ട് ഞാൻ സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. 30 വർഷത്തിനിടയിൽ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചിട്ടില്ല. അപ്പോഴ് ഞാൻ ഒറ്റയ്ക്കും അല്ല കയറിയത്, എന്റെ മോനും കൂടെ ഉണ്ടായിരുന്നു. എത്ര വയസ്സുണ്ടാവുന്നെന്ന് അവന് പോലീസിനെ കണ്ടാൽ തന്നെ പേടിയാവുന്ന സമയം. പോലീസ് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര പേടിയുള്ള സമയവും കൂടിയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് രാവിലെ തൊട്ട് ചിലപ്പോൾ ഉച്ച വരെ ഞാൻ അത് ഭയങ്കരമായിട്ട് അനുഭവിച്ച ഒരു അവസ്ഥയാണ്. പോയിട്ട് വന്നിട്ട് ഞാൻ ഇരുന്ന് കരയുമ്പോൾ എൻ്റെ അടുത്തായിരിക്കും പറഞ്ഞ കരയുന്നത്. അപ്പൊ ഞാൻ 2024 എനിക്കൊരു പേടി അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. 2023 ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമം വരുന്ന, അല്ലെങ്കിൽ വിഷമം തന്ന ഒരു വർഷം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ വർഷം 2023 ആയിരുന്നു. 2024 അത് 2023 തന്ന അനുഭവത്തോടു കൂടി ഞാൻ തുടങ്ങിയ അല്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയ വർഷമാണ് 2024. അതെനിക്ക് ധൈര്യത്തോടു കൂടി, എനിക്ക് പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം 2023 എനിക്ക് പലതും എനിക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നു. അത് ഞാൻ തിരുത്തി കുറിച്ച് ഡിസിഷൻസ് എടുത്തത് 2023 ആ ഡിസിഷൻസിന്റെ റിസൾട്ട് വന്നത് എനിക്ക് 2024 ഞാൻ യൂട്യൂബ് തുടങ്ങിയതൊക്കെ അതിന് മുമ്പായിരുന്നു കേട്ടോ. 2023 ആ ടൈം എങ്ങോട്ടോ ആയിരുന്നു. എന്നാലും ഒരു വർഷത്തിൽ കൂടുതലായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. 2024 യൂട്യൂബ് വഴി ഒരുപാട് പേര് എന്നെ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങി. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്തിനേക്കാളും ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ, ഇപ്പൊ എറണാകുളം അല്ലെങ്കിൽ കൊല്ലം, പത്തനംതിട്ട അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് ആൾക്കാർ നമ്മൾ വീണ്ടും ഒരുപാട് തിരിച്ചറിയുന്നത് കേട്ടോ. പിന്നെ 2024 എൻ്റെ മെയിൻ ഒരു വേദന മാറിയ ഒരു സമയമാണ്. കാരണം വീട് കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു. അത് ഞാനിപ്പോ ഈ ഒരു 10 മിനിറ്റ് വീഡിയോയോ 20 മിനിറ്റ് വീഡിയോയിലും ഞാനത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത്രത്തോളം ഞാൻ 2024 23 വീടിന്റെ കാര്യത്തിൽ വേദനിച്ചു. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ നിന്നവരായാലും, ഹസ്ബൻഡ് ആണെങ്കിലും അമ്മയാണെങ്കിലും. അമ്മയൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, ഇതിനേക്കാളും, അമ്മ മാത്രമല്ല ഏട്ടനും പറയുന്നുണ്ടായിരുന്നു, ഇതിനേക്കാളും ആ വീട് ജപ്തിയായി പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി. കാരണം അത് പല രാത്രികളിലും ഞാനും അമ്മയും പറയുമായിരുന്നു, ഇതിനേക്കാളും ഈ വീടൊന്ന് ജപ്തിയായി പോയിരുന്നെങ്കിൽ ഇത്രയും വേദന ഇല്ലല്ലോ എന്ന്.
കാരണം നമ്മൾ ആരോടും ആ വീടിന്റെ കാര്യത്തിൽ അയ്യോ നിങ്ങൾ വീട് വാങ്ങിക്കണേ, നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളാണ് നമുക്കൊരു ആശ്രയം എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അതായത് പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് പറയുകയാണ്, നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പൊ ആരോടും നമ്മൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 3-4 വർഷം കൊണ്ട് നമ്മൾ വീട് കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷം എന്തോ എനിക്ക് അറിഞ്ഞൂടാ, അത് എന്ത് മഹാഭാവം ഞങ്ങൾ ചെയ്തിട്ടാണെന്ന് അറിഞ്ഞൂടാ, അതിങ്ങനെ ഒരു പാർട്ടി വാങ്ങിക്കാൻ വന്നു, അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങള്. നമ്മള് അങ്ങോട്ട് പോയി ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ കുറെ അനുഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഓരോ കോൾസും വരുമ്പോൾ ഫോൺ ഇറങ്ങി പൊട്ടിക്കാൻ വരെ തോന്നും. അത്രയ്ക്ക് ഞാൻ അങ്ങ് പഴി കേൾക്കുമായിരുന്നു കേട്ടോ. ഞാൻ മാത്രല്ല, ഏട്ടനായാലും ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ളത് ഞാനാണെന്ന് തോന്നുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാൻ എല്ലാ കാര്യത്തിലും ഞാനൊരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ ഞാൻ പ്രൗഡാണ്. പക്ഷേ 100-ൽ ഒരു 10% സ്ത്രീകൾ ആ ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു പദവി വെച്ചിട്ട് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അതൊരു അമ്മയാവാം, അതൊരു ഭാര്യ ആവാം, അതൊരു സ്ത്രീ ആവാം. അവര് ഒരു പ്രശ്നം വരുമ്പം അവരത് ഹാൻഡിൽ ചെയ്യണ രീതി അത് വലിയ പ്രശ്നത്തിലായിരിക്കും കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കിയുള്ള 90% സ്ത്രീകൾക്ക് ചീത്തപ്പേരാകുന്നത്. അത് ഞാൻ ഇപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അവര് വീട്ടിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ അവര് വീട്ടില് നമ്മളിപ്പം ഭർത്താവിന്റെ അടുത്താണെങ്കിലും അമ്മായി അച്ഛൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ അടുത്താണല്ലോ, അമ്മായിയമ്മയുടെ അടുത്താണെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് വഷളാക്കും എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് എരിവും പുളിയും ഒക്കെ ചേർത്ത് അതൊരു വേറൊരു ലെവലിലാക്കും. നല്ലോരിയ്ക്കുന്ന ഒരു കാര്യമായിരിക്കും, നല്ലോരിയ്ക്കുന്ന ഒരു ബന്ധമായിരിക്കും. പക്ഷെ അത് തകർക്കുന്നത് ആ ഒരു 10% സ്ത്രീകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്ത്രീകളെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നതല്ല. ആ ഒരു 10% സ്ത്രീകൾ കാരണം ബാക്കിയുള്ള 90% സ്ത്രീകൾ മോശക്കാരികളാണ് എന്നുള്ളൊരു പദവിയിലെത്തും, എന്നുള്ളൊരു സംസാരത്തിൽ വരെ എത്തും കേട്ടോ. എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളാ ജീവിതത്തിൽ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതിനേക്കാളും പെണ്ണുങ്ങള് ചരട് വലിച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലോട്ട് എത്തിക്കുന്നത്. നല്ലൊരു ബന്ധം തകർന്നു പോകുന്നത്. ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിരുന്നു 2023 അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പുകളിൽ പക്ഷേ ആ 2023 തന്നെ എന്നോടുകൂടി 2023 എന്നോടുകൂടി അല്ലെങ്കിൽ 2024 സ്റ്റാർട്ടിങ്ങോടുകൂടി ചില ഫ്രണ്ട്ഷിപ്പുകൾ വേണ്ടായിരുന്നു എന്ന് വരെ തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വേസ്റ്റ് ആണെന്ന് വരെ തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. അപ്പോഴേ നമ്മളത് ബ്രേക്ക് എടുത്തു കേട്ടോ. പിന്നെ ആ ഒരു വശത്തോട്ടേ നമ്മൾ പോയിട്ടില്ല. നമുക്ക് പറ്റിയ ഫ്രണ്ട്ഷിപ്പ് അല്ല, നമുക്ക് പറ്റിയിട്ടുള്ള ബന്ധങ്ങളല്ല എന്ന് തോന്നുമ്പോഴത്തേക്കും ഞാനായാലും ഹസ്ബൻഡ് ആയാലും അത് അവിടെ വെച്ചേ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പഴി കേട്ടതിനൊന്നും കയ്യും കണക്കും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു 20 മിനിറ്റ് വീഡിയോയിലൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ അനുഭവിച്ച ഒരു ട്രോമയാണ്. അതെനിക്ക് നിങ്ങളോട് അത്ര സമയം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിലും വീടൊക്കെ നമ്മൾ കൊടുത്തു, നമ്മൾ നഷ്ടത്തിനാണ് കൊടുത്തത്, നമ്മളെ വെളിയിലൂടെ കടങ്ങൾ തീർന്നിട്ടില്ല, സേവിങ്സിലോട്ട് ഇനി മാറ്റാൻ പറ്റത്തില്ല, ഇനിയുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇതൊന്നും നമുക്ക് സേവിങ്സിലോട്ട് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇനിയും നമുക്ക് ബാധ്യതകൾ ഏറെയാണ്, നഷ്ടത്തിലാണ് ആ വീട് പോയത്. എന്നിരുന്നാലും നമുക്ക് ഇപ്പോഴും ആ കടങ്ങൾ എന്നുള്ളത് ബാക്കിയാക്കി നിൽക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ വലിയൊരു വേദനയിൽ നിന്നാണ് ഇപ്പൊ ഈ ഒരു ജീവിതം പഠിച്ച് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 2023 എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ബ്ലാക്ക് ഇയർ എന്ന് വേണമെങ്കിൽ പറയാം. 2024 എനിക്ക് അത്രയും പ്രശ്നമില്ലായിരുന്നു. കാരണം ഞാൻ കുറെ തിരിച്ചറിവുകൾ നടത്തി. എൻ്റെ ഭർത്താവാണെങ്കിലും ഞാനാണെങ്കിലും കുറേ ഇന്നതുപോലെയാണ് ആൾക്കാർ എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ 2024 ഇപ്പം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും ആ വീട് കൊടുത്തു, എല്ലാ പരിപാടിയും തീർന്നെങ്കിലും നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഇതെല്ലാം ഇപ്പൊ ഹാൻഡിൽ ചെയ്യാൻ നന്നായിട്ട് അറിയാം. കൊടുക്കേണ്ട മറുപടി എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതൊക്കെ ആ സൈഡിൽ കൂടെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയണ ആ 10% സ്ത്രീകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത് കേട്ടോ. ശരിക്കും ജെൻസ് എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ പ്രശ്നമില്ല എന്ന്. മിക്കപ്പോഴും ഈ ലേഡീസ് ആണ് ഇതിനെ അങ്ങ് വഷളാക്കി കൊണ്ടുവരുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്,
എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറഞ്ഞതല്ല, ഞാനും ഒരു സ്ത്രീയാണ്. പക്ഷെ എങ്ങനെ ആകണം, എങ്ങനെ ആകാൻ പാടില്ല എന്നൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി. പിന്നെ പറയാൻ വേണ്ടിയുള്ളത് എൻ്റെ ഒരു പ്രധാന ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈഫ് ഓക്കെ, അതങ്ങ് ഞാൻ അങ്ങ് മാറ്റി നിർത്തി. ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ബാധ്യതകൾ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം എന്ന് പഠിച്ചു. സൂയിസൈഡ് ഒന്നും ജീവിതത്തിൽ ഒന്നും ആക്കി തീർക്കത്തില്ല എന്ന് മനസ്സിലായി. ഒരു കുഞ്ഞുണ്ട്, നമുക്കൊരു ഫാമിലി ഉണ്ട്, നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. സ്ട്രഗിൾ ചെയ്താൽ വീണ കഴിഞ്ഞാൽ എണീക്കാൻ അറിയാം എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടാണ് 2024 കുറച്ചെങ്കിലും ബെറ്റർ ആയത്. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഡിസംബർ 31 ഇന്ന്. അപ്പോൾ ഇപ്പം ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്. ആസ് എ പാർട്ട് ഓഫ് ലൈഫ് അത് ഉണ്ടാകും. നമുക്ക് അതുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും, നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആരായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആരൊക്കെയാണ് സപ്പോർട്ടിനെന്ന് മനസ്സിലാക്കുന്നത്. എണ്ണിയാൽ എന്താണ്, വിരലുകൾക്കുള്ളിൽ അതെന്താ പറയാ, നമ്മുടെ വിരലുകൾ എണ്ണാവുന്ന ആൾക്കാർ മാത്രമായിരുന്നു എനിക്കും ഈ പറയും പോലെ എൻ്റെ ഫാമിലിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. ചില വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളതിൽ 1-2 പേരിങ്ങനെ വിളിച്ച്, എൻ്റെ അടുത്തല്ല, വിളിച്ചിങ്ങനെ ചോദിക്കും, അതാണ് ആ വീഡിയോസ് ഇട്ടത്, എന്നെ പറ്റി അങ്ങനെ പറഞ്ഞ്, അങ്ങനെ മറ്റുള്ളവരെ പറ്റി പറഞ്ഞ് എന്നൊക്കെ. എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് തോന്നുന്നത്. ഞാൻ ആ സത്യം വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു പേരോ കാര്യങ്ങളോ ഒന്നും പറയത്തില്ല കേട്ടോ. ഞാൻ ഒരു വീഡിയോയിലും ഞാൻ പറയാറില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം അതങ്ങനെ ഇരിക്കട്ടെ. ഞാൻ എടുക്കുന്ന വീഡിയോ, ഞാൻ പറയുന്ന വീഡിയോ, അത് എൻ്റെ അനുഭവങ്ങളാണ്. എൻ്റെ വീഡിയോയിൽ ഞാൻ എന്ത് പറയണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് തന്നെ ചോദിക്കുക, അതിനുള്ള മറുപടി ഞാൻ തന്നെ തരും. ഇത് ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ 2020 അത് മാറി നിൽക്കട്ടെ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. 2024 ഞാൻ എടുത്തൊരു വലിയ ഡിസിഷൻ എന്ന് പറയുന്നത് എൻ്റെ കരിയർ കുറച്ചുകൂടി ക്വാളിറ്റി ആക്കി. ഞാനും തന്നെയും ചേർന്ന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനും തന്നെ നേരത്തെ ഇതിലായിരുന്നു, പാർട്ണർഷിപ്പിൽ നമ്മൾ സലൂൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഒന്ന് ബ്രേക്കായി. പിന്നെ വീണ്ടും നമ്മൾ അത് റീസ്റ്റാർട്ട് ചെയ്തു. അതൊരു നല്ലൊരു ഫെബ്രുവരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് നല്ലൊരു തുടക്കമായിട്ട് എനിക്ക് തോന്നി. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര്, 1-2 പേരൊന്നും അല്ല, ഇഷ്ടംപോലെ പേര്, നീ ബ്യൂട്ടീഷ്യനാണോ, നീ കട്ടിങ് ഷേവിങ്ങോ ആണ് ചെയ്യുന്നത്, പുട്ടിയടിക്കൽ പരിപാടിയല്ലേ, അല്ലെങ്കിൽ എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് തരം താഴ്ത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേവലം ഒരു ബാർബർ, അതൊരു ജെൻസിന് കൊടുക്കുന്ന ഒരു നെയിം ആയിരുന്നു പണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ ബാർബർ എന്നൊന്നും പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ഏതൊരു തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള മഹിമയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിപ്പം കൂലിപ്പണി ആയിക്കോട്ടെ, കിളയിലായിക്കോട്ടെ, ഏത് ജോലിയായാലും അതിൻ്റെതായിട്ടുള്ളൊരു മഹിമയും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു വിലയുണ്ട് അതിന്. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയെ വേറൊരാള് കേവലം ഇതാണ് നീ ചെയ്യുന്നത് എന്ന് തരം താഴ്ത്തി പറയുമ്പം ഉണ്ടാകുന്ന ഒരു വേദന അത് വലുതായിരുന്നു. ആ ഒരു ഇൻസൾട്ടിങ് എന്നെ നന്നായിട്ട് ചങ്കിൽ കയറിക്കൊണ്ടു. ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വാശി, ദേഷ്യം, ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമാണ്. ദേഷ്യമൊക്കെ ഞാൻ പെട്ടെന്ന് പുറത്ത് കാണിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ മൈൻഡിൽ അതിങ്ങനെ ഇരിക്കും. കാരണം അതൊരു വാശിയായിട്ട് മാറും. എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് തോന്നും. അങ്ങനെ ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് തോന്നും. ഈ സൂയിസൈഡൊക്കെ ഒന്നുമല്ല, ജീവിതത്തിൽ ജീവിക്കാനുള്ള, അത് ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം. മരിക്കുക എന്നുള്ളത് ഒരു നിമിഷത്തെ തോന്നല്, ചെയ്യുന്നു, ചാവുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷെ ജീവിക്കാൻ അത്രയും പോരാ, അതിനേക്കാളും വേണം. അത് ഒന്ന് ജീവിച്ച്, ഒരു തോറ്റ ഇടത്തുനിന്ന് ഒന്ന് ജീവിച്ച് എണീറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും ഒരു എനർജി കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് കേട്ടോ എൻ്റെ ഈ 2024 എനിക്ക് കിട്ടിയത്. ഹാപ്പിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും പല സൈഡുകളിൽ നിന്നും നമുക്ക് വേദനകൾ മാത്രം വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു തളർച്ചയുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് പിന്നീടാകുമ്പോൾ ഞാൻ ഉയർത്തെണീക്കാറുണ്ട് കേട്ടോ. പിന്നെ 2024 അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ എം ഹാപ്പി.
കാര്യം ഞാൻ വട്ടപൂജ ആയിരുന്നില്ല എന്നെനിക്ക് മനസ്സിലാക്കി തന്നൊരു വർഷമാണ് 2025. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷയുടെ വർഷമാണ് കേട്ടോ. സത്യം, വലിയൊരു പ്രതീക്ഷയുടെ വർഷമാണ്. നാളെ ന്യൂ ഇയർ ആണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ചെയ്യണം, 2025 ഇങ്ങനെ ചെയ്യണം, ഇന്നതൊക്കെ എനിക്ക് സോൾവ് ചെയ്യണം. മെയിനായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഹെഡിങ് വേണമെങ്കിൽ പറഞ്ഞുതരാം. 2025 എൻ്റെ ബാധ്യതകളെല്ലാം എനിക്ക് തീർക്കണം, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എയിം. നമുക്ക് ആഡംബരം അല്ലെങ്കിൽ ആഡംബര കാറ് ഇതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം കേട്ടോ. എനിക്കിപ്പം ഫസ്റ്റ് തീർക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ഒറ്റ മനുഷ്യന് പോലും 2026 എനിക്ക് ബാധ്യതകൾ കാണരുത് എന്നാണ്. അത് എന്തായാലും നടക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അറിയത്തില്ല, എന്തായാലും ഞാൻ പഴയ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇത്രയും എത്തിയില്ലേ, അതുകൊണ്ട് ഇനി അങ്ങോട്ടും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താ പറയാൻ വേണ്ടിയുള്ള ഒരുപാട് 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 ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥതകളുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ട്. ഈ ഒരു ഡിസംബർ കഴിഞ്ഞ മാസമൊക്കെ ശരിക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഒരുപാട് 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 എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ കാണും, പുറത്തെ കാര്യങ്ങൾ കാണും, സലൂണിലെ കാര്യങ്ങൾ കാണും, മേക്കപ്പിൻ്റെ കാര്യങ്ങൾ കാണും, അതല്ലാതെ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കൂടെ കാണും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് പിറകോട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെയാണ്, ഇല്ല, നമ്മൾ പലതിൽ നിന്നും കയറി വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇനി വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഞാനൊക്കെ ഇനി പ്രശ്നങ്ങളൊന്നും വരാൻ ഞങ്ങൾക്കില്ല കേട്ടോ. കാരണം ഏട്ടൻ എൻ്റെ അടുത്ത് വിളിക്കുമ്പോൾ പറയുന്നത്, ഇനി ഇതിൽ കൂടുതൽ എന്ത് വരാനാണ് ഉണ്ടായിരുന്നത്. അത്രത്തോളം നമ്മളൊരു സ്റ്റേജിൽ നമ്മൾ അനുഭവിച്ച വ്യക്തികളാണ്. ഏട്ടനൊക്കെ ആ രീതിയിൽ നമ്മളോട് സംസാരിക്കുക എന്ന് പറയുന്നത്, എന്നാൽ ഏട്ടനൊക്കെ നല്ലപോലെ ഡൗൺ ആയി നിൽക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഏട്ടൻ പറയുന്നത് ഇതിനേക്കാൾ വലിയ പ്രശ്നം നേരിട്ടവരാണ് നമ്മൾ, അതുകൊണ്ട് ഇനി വരുന്ന പ്രശ്നങ്ങളും നമ്മൾ കൂളായിട്ട് നേരിടും എന്നാണ് കേട്ടോ. ആരെയും നമ്മൾ പറ്റിച്ചിട്ടില്ല, ആരെയും നമ്മൾ ചതിച്ചിട്ടില്ല, ആരെയും നമ്മൾ ദ്രോഹിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലിരുന്നാൽ മതി പിന്നീട് അങ്ങോട്ട് ജീവിക്കാനും. ആരുടെയും സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ശരിക്കും ആൾക്കാരുടെ മുഖത്ത് നോക്കാതെ ഡിസിഷൻസ് എടുക്കാൻ ഞാൻ തുടങ്ങി. അത് യജ്ഞായാലും തുടങ്ങി. ആർക്കെന്ത് ഫീൽ വരുന്നോ, കാരണം നമ്മളുടെ ഫീലിങ്സ് ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മളെടുക്കുന്ന ഡിസിഷൻസും അവരുടെ ഫേസ് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളില്ല എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. സത്യം പറയാനും ഞാൻ ഇപ്പോഴും പറയുന്നത് 2023 2024 നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്റെ റിസൾട്ടാണ് എനിക്ക് 2024 കിട്ടിയത്. 2025 ഞാൻ ചെയ്യാൻ പോകുന്നത് കുറേ എയിമുകളാണ് കേട്ടോ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കുറേ എയിമുകൾ. അതെനിക്ക് സക്സസ് ആക്കണമെന്നുണ്ട്. യൂട്യൂബിന്റെ കാര്യം പറയാനാണെങ്കിൽ 2024 യൂട്യൂബ് എനിക്ക് മോണിറ്റൈസ് ആക്കി തന്ന ഒരു വർഷമാണ് കേട്ടോ. ശരിക്കും ഒരു വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ട് 2024 ഇതൊന്ന് മോണിറ്റൈസ് ആക്കിയെടുക്കാൻ. കാരണം ഒരു വർഷം തീരാൻ 10 ദിവസം കൊണ്ടുണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഒന്ന് മോണിറ്റൈസ് ആക്കിയെടുത്തത്. ശരിക്കും കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ യൂട്യൂബ് തുടങ്ങുന്നവരോടും എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്, നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും, യൂട്യൂബ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഏണിങ്സ് ആണ്, അതാണ് ഇതാണെന്ന്. പക്ഷെ ഇതിലോട്ട് വരുന്നവർക്കേ അറിയത്തുള്ളൂ. ഇത് ഒന്ന് എഡിറ്റ് ചെയ്ത് ഒരു 10 ദിവസം ഒരു വീഡിയോ ഇടുന്നവർക്കേ അറിയത്തുള്ളൂ. ചുമ്മാ ഇരുന്ന് തോണ്ടും കണക്കല്ല ഇത് വളരെ കഷ്ടപ്പാടുള്ള പണിയാണെന്ന് ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പേരിലും. യൂട്യൂബ് എവിടെ പോയാലും നീ ഫോൺ തന്നെയല്ലേ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ഇപ്പം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നറിഞ്ഞപ്പോഴത്തേക്കും സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില ഇൻസൾട്ടിങ് ഒക്കെ വന്ന് അത് മനസ്സിൽ കിടന്നൊരു വാശിയായിട്ട് മാറും. വാശി തന്നെയാണ് ഇപ്പോഴും ഇതുവരെ എത്തിയിട്ടുള്ളത്. എന്നാൽ ജീവിതത്തിൽ ഞാൻ വളരെ സക്സസ് ആയ ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് അനുഭവങ്ങൾ തന്നു, അതിൽ നിന്ന് ഞാൻ കുറെ പാഠങ്ങൾ പഠിച്ചു എന്നാണ്. മനുഷ്യരെ പഠിച്ചു എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ആ ഒരു വീഡിയോയിൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്, മനുഷ്യരെ പഠിച്ചു എന്ന് ഇപ്പോഴും പറയുന്ന അതേയാണ്. മനുഷ്യരെ പഠിച്ചു, ആർക്കും തുണ കാണത്തില്ല, നമുക്ക് നമ്മളേ ഉണ്ടാവത്തുള്ളൂ.
വെറുതെയുള്ള പുറമേനി മിനിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടാകും. അതൊക്കെ വെറുതെയാണ് കേട്ടോ. അതൊക്കെ വെറുതെയാണ്. നമ്മളെ സ്നേഹിക്കണം. നമ്മളിലൊരു വിശ്വാസം, നമ്മൾ ആരാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താനേ വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹാപ്പിയാണ്. 2024 ഒക്കെയാണ്. പക്ഷെ 2025 കൂടി എനിക്ക് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ 2026 സുഖമായിട്ട് എനിക്ക് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ ഇരിക്കുന്നത് സലൂണിലാണ്. അപ്പം സ്റ്റാഫുകൾ ഇങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയുക എന്താണ് എനിക്ക് ഉണ്ടായ ഒരു ചേഞ്ച് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പുതിയൊരു വർഷം നന്നായി ഇരിക്കട്ടെ, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാ വുമണാണ്, പെണ്ണാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അയ്യോ ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ കൊച്ചിന്റെ കാര്യം നോക്കണേ, എൻ്റെ വീട്ടിലെ കാര്യം നോക്കണേ, ഹസ്ബൻഡ് ഒരു ഇമ്പോർട്ടന്റ് തരുന്നില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് തുറന്ന് സംസാരിക്കുമ്പോൾ അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു, ഹാപ്പി ന്യൂ ഇയർ.